ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു കുട്ടി മിനി വ്ളോഗാണ്. ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലും ചുണ്ണൂർ ഒട്ടും വയ്യാത്തതുകൊണ്ടോ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് എനിക്കും എന്തോ വിഷമമായതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ അവനെ നമ്മളെ ലക്ഷ്മി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മേനെയും പിക്ക് ചെയ്തിട്ടാട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അതുകൂടാണ്ട് ഇന്ന് നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം കൂടിയിട്ടാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇന്ന് അവിടുത്തെ കാവടിയായിരുന്നു. അപ്പോൾ അവനായിട്ട് നമ്മൾ ചുമ്മാ അവിടെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ ഒട്ടും ഉഷാറല്ലായിരുന്നു. ഭയങ്കര ഒട്ട് ക്ഷീണിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു ആളിരിക്കുന്നത്. അവന് വയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മുടെ അമ്പലത്തിൽ ആനയില്ല കേട്ടോ. അതിന് പകരം ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാണ്, രഥത്തിൽ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. പിന്നെ നമ്മുടെ കാവടിയായിരുന്നു. കാവടി അമ്പലത്തിൽ എനിക്കൊന്നും എല്ലാ കൊല്ലം ഉള്ളതിനേലും കുറച്ചുകൂടി വൈബ് കുറവായിരുന്നു ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് കാവടിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ നാളെ മഹോത്സവം ആയതുകൊണ്ട് ചുണ്ണൂനിടാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആറാൻബിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ സൈസും കാര്യങ്ങളും ഇല്ലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷർട്ട്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് പൊതുവേ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ കളർ ഫെയ്ഡൊന്നും ആവുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഈ ഒരു ഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും കിടക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടാവും, ആൺകുട്ടികൾക്ക് തീരെ കുറവായിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ചിരിക്കും. കാരണം എനിക്ക് ഇവന് ഡ്രസ്സ് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ നമ്മളത് ഈ ഒരു കാണുന്ന ഈ ഒരു വൈറ്റ് ബനിയാനാണ്, ടീഷർട്ടാണ്, കോളർ ടീഷർട്ടാണ് നമ്മൾ എടുത്തത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റും. കാരണം ഉത്സവത്തിന് ഓൾറെഡി ഷർട്ട് ഈയിടയ്ക്ക് അവരുടെ അവിടുത്തെ ഉത്സവത്തിന് ഓൾറെഡി ഒരെണ്ണം എടുത്തതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാലൊരു ടീഷർട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ കണ്ടതാണ് ഒരു ഡിനോസറാണത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ആഫീസിലേക്കാണ്. അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ അവർ 2 ലൈമും ഞാനൊരു ചായയും കുടിച്ചായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് അവൻ്റെ ടെമ്പറേച്ചർ കുഞ്ഞൻ ചെക്ക് ചെയ്യാണ് കുറഞ്ഞോ എന്നുള്ളത്. പനി ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ ഒട്ടും താഴ്ന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ.